നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യയെ ആക്രമിക്കാൻ ഇറങ്ങിത്തിരിച്ച പാകിസ്ഥാന്റെ പോർജെറ്റുകൾ ഇന്ത്യയുടെ ചുണക്കുട്ടികൾ വെടിവെച്ച് വീഴ്ത്തി. ഒന്നും രണ്ടുമല്ല 5 പോർജെറ്റുകളാണ് ഇന്ത്യൻ മണ്ണിൽ തകർന്നു വീണത്. നേരത്തെ പാകിസ്ഥാൻ ഇന്ത്യൻ പോർജെറ്റുകൾ വെടിവെച്ച് വീഴ്ത്തി എന്നൊക്കെ അവകാശവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ പോർജെറ്റുകളുടെ ഒരു ഭാഗം പോലും മാധ്യമപ്രവർത്തകരുടെ മുന്നിലോ പാകിസ്ഥാൻ ജനതയുടെ മുന്നിലോ പ്രദർശിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതോടെ അവകാശവാദങ്ങളൊക്കെ ചീറ്റിയടിഞ്ഞു. ഇന്ത്യ വെടിവെച്ചിട്ട പോർജെറ്റുകളിൽ അമേരിക്ക പാകിസ്ഥാന് നൽകിയ F-16 പോർജെറ്റുകൾ ഉൾപ്പെടുന്നു. അതാണിപ്പോൾ പാകിസ്ഥാൻ പൂർണ്ണമായി വെട്ടിലാകാനുള്ള കാരണം. വ്യക്തമായ ഒരു കരാറിന്റെ ഭാഗമായാണ് പാകിസ്ഥാന് അമേരിക്ക F-16 പോർജെറ്റുകൾ കൊടുത്തത്, അതും നേരത്തെ. ഇപ്പോൾ ഈ പോർജെറ്റുകളുടെ പരിപാലനം പൂർണ്ണമായി നോക്കുന്നത് അമേരിക്കൻ സാങ്കേതിക വിദഗ്ധരാണ്. ഏതെങ്കിലുമൊക്കെ പാർട്സുകൾ വേണമെങ്കിൽ അമേരിക്കയിൽ നിന്നെത്തണം. പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് അവരുടെ പക്കൽ 410 പോർജെറ്റുകളുണ്ടെന്ന്. അവയിൽ 75 എണ്ണം F-16 പോർവിമാനങ്ങളാണ്. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും കലാപവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും മാത്രമേ F-16 പോർവിമാനങ്ങൾ ഉപയോഗപ്പെടുത്താവൂ എന്ന കർശന വ്യവസ്ഥയോടെയാണ് അമേരിക്ക പാകിസ്ഥാന് ഈ പോർജെറ്റുകൾ വിറ്റത്. എന്നാൽ ഇന്ത്യയിലെ നഗരങ്ങളെയും ഇന്ത്യയുടെ സേനാ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് ഇക്കഴിഞ്ഞ രാത്രി പാകിസ്ഥാന്റെ പോർജെറ്റുകൾ പാഞ്ഞുവന്നു. വ്യാഴാഴ്ച രാത്രി പാകിസ്ഥാൻ ഉപയോഗിച്ച US നിർമ്മിത F-16 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ 5 യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടതോടെ പാകിസ്ഥാന്റെ തനിനിറം അമേരിക്ക മനസ്സിലാക്കി. ഇക്കഴിഞ്ഞ മെയ് 7-ാം തീയതി ഇന്ത്യ നടത്തിയ ആക്രമണം പാകിസ്ഥാനിലെയും പാക്-അധീന കാശ്മീരിലെയും ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമാക്കി മാത്രമായിരുന്നു. ഈ ആക്രമണത്തിന് പരിപൂർണ പിന്തുണ അമേരിക്ക നൽകി. എന്നാൽ തുടർന്ന് ഇന്ത്യക്കെതിരായ ആക്രമണങ്ങൾക്ക് പാകിസ്ഥാൻ ഉപയോഗിച്ചത് അമേരിക്ക നൽകിയ F-16 പോർവിമാനങ്ങൾ, അതും കരാർ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട്. ഇന്ത്യ ഭീകര ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്തിയപ്പോൾ പാകിസ്ഥാന്റെ സിവിലിയന്മാർക്കോ പാക്കിന്റെ സൈനിക കേന്ദ്രങ്ങൾക്കുമേലോ യാതൊരുവിധ അപകടങ്ങളും വരുത്തിവെച്ചില്ല. സൈനിക ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടത് ഭീകരന്മാരും അവരുടെ കുടുംബാംഗങ്ങളും. തുടർന്ന് പാകിസ്ഥാൻ പ്രകോപിതരായി ഇന്ത്യക്കെതിരെ തിരിഞ്ഞു. പാകിസ്ഥാന്റെ പരാജയപ്പെട്ട വ്യോമ ആക്രമണങ്ങളിൽ പാകിസ്ഥാൻ ചൈനയിൽ നിർമ്മിച്ച JF-16S യുദ്ധവിമാനങ്ങളും F-16 അവാക്സ് നിരീക്ഷണ വിമാനങ്ങളുമൊക്കെ ഉപയോഗിച്ചു. ഇന്ത്യൻ സേന വെടിവെച്ചിട്ട ജെറ്റുകളിൽ തിരിച്ചറിയാത്ത ഒരു ജെറ്റും ഉൾപ്പെടുന്നു. ഇത് ചൈന സമ്മാനിച്ചതാണ് എന്ന് കരുതുന്നു. എന്നാൽ ഇന്ത്യക്കെതിരായ ആക്രമണത്തിൽ പാകിസ്ഥാൻ US നിർമ്മിത F-16 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചതാണ് ഇപ്പോൾ അമേരിക്കയെ കലിപിടിപ്പിച്ചത്. അമേരിക്കയുമായുള്ള കരാർ പ്രകാരം ഇത് പൂർണ്ണമായും അനുവദനീയമല്ല. US-ഉമായുള്ള കരാർ ലംഘിച്ച് ഇസ്ലാമാബാദ് ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിച്ച ജെറ്റുകൾ വിന്യസിച്ചിരിക്കുന്നു. 1980കളുടെ ഒടുവിലാണ് ഇത്തരമൊരു ജെറ്റ് ഡീൽ പാകിസ്ഥാൻ സായുധ സേനയുടെ നവീകരണങ്ങൾക്കായി അമേരിക്ക യുദ്ധവിമാനങ്ങൾ നൽകാമെന്നേറ്റു. ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിച്ച F-16 പോർവിമാനങ്ങളാണ് അമേരിക്കയിൽ നിന്ന് പാകിസ്ഥാൻ വാങ്ങിയത്. എന്നാൽ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും കലാപ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും മാത്രമേ ഈ ജെറ്റുകൾ ഉപയോഗിക്കാവൂ എന്ന കർശന വ്യവസ്ഥ. വിദേശ സൈനിക വിൽപ്പന കരാറുകളുടെ ഭാഗമായി നിശ്ചയിച്ചിട്ടുള്ള ഈ പരിമിതികൾ ഈ പോർവിമാനങ്ങളുടെ കൈമാറ്റത്തിലും അമേരിക്ക ശക്തമാക്കി. വിമാനങ്ങളുടെ ദുരുപയോഗവും അനധികൃത വിന്യാസവും തടയുന്നതിനാണ് ഇത്തരം കരാറുകൾ. ഇപ്പോഴിതാ പെന്റഗണിന്റെ പ്രതിരോധ സുരക്ഷാ സഹകരണ ഏജൻസി ഗൗരവത്തോടെ എടുത്തിരിക്കുന്നു പാകിസ്ഥാന്റെ ഇന്ത്യയുടെ നേർക്കുള്ള ആക്രമണം. അതിനായി അമേരിക്ക നൽകിയ F-16 യുദ്ധവിമാനങ്ങളാണ് ഇപ്പോൾ അമേരിക്കയെ ചുടിപ്പിച്ചിരിക്കുന്നത്. 1 ഡസനോളം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാണ് അമേരിക്ക പാകിസ്ഥാൻ F-16 യുദ്ധവിമാനങ്ങൾ വിറ്റത്. എല്ലാ F-16 വിമാനങ്ങളുടെയും ഉപകരണങ്ങളുടെയും യുദ്ധോപകരണങ്ങളുടെയും അനുബന്ധ സാങ്കേതിക ഡേറ്റകളുടെ അർദ്ധവാർഷിക ഇൻവെന്ററികൾ ആവശ്യമാണ് എന്ന് അമേരിക്ക പറയുന്നു. F-16 യുദ്ധവിമാനങ്ങളുടെ പരിപാലന ചുമതല ഇപ്പോഴും അമേരിക്കൻ കമ്പനിക്കാണ്. ഇനിയിപ്പോൾ അമേരിക്ക ഇക്കാര്യങ്ങളിൽ കർശന വിലക്ക് ഏർപ്പെടുത്തും. ചുരുക്കത്തിൽ പാകിസ്ഥാന്റെ F-16 വിമാനങ്ങൾ അവരുടെ വിമാനത്താവളങ്ങളിൽ തന്നെ കുടുങ്ങിക്കിടക്കും. അഥവാ കേടുവന്നവ നേരെ അമേരിക്കൻ കമ്പനിയിലേക്ക് ഇനി മാറ്റപ്പെടും. പാകിസ്ഥാന്റെ പുറത്തേക്ക് F-16 വിമാനങ്ങൾ പറത്തണമെങ്കിൽ മുൻകൂർ അമേരിക്കയുടെ അനുമതി വാങ്ങണം. ഇത്തരം കരാർ വ്യവസ്ഥകളൊക്കെ ലംഘിച്ച പാകിസ്ഥാൻ ഭൂലോകവെട്ടിൽ അകപ്പെട്ടിരിക്കുന്നു. പാകിസ്ഥാൻ പാർലമെന്റിൽ ഇത് പ്രതിരോധ മന്ത്രി നടത്തിയ ഒരു വിചിത്രമായ പ്രസ്താവന. അത് കേട്ട് ചിരിക്കാനല്ലാതെ നമുക്കൊന്നിനും കഴിയില്ല.
ഇന്ത്യ പാകിസ്ഥാനിലേക്ക് അയച്ച ഡ്രോണുകൾ തടഞ്ഞിടാൻ നമ്മൾ ഒരു ശ്രമവും നടത്തിയില്ല എന്ന വിചിത്രവാദമാണ് ഇന്ന് പ്രതിരോധ മന്ത്രി ഉയർത്തിയത്. ആ ഡ്രോണുകൾ നമ്മൾ വെടിവെച്ചിട്ടാൽ നമ്മുടെ തന്ത്രപ്രധാന സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോർന്നു പോകുമത്രേ. പാർലമെന്റിൽ മുഖം രക്ഷിക്കാൻ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് ഇന്ന് പരിശ്രമിക്കുന്ന കാഴ്ച അത് വിചിത്രമായി തോന്നാം. വെള്ളിയാഴ്ച പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഖാജ ആസിഫ് വിചിത്രമായ ഒരു യുക്തി അവതരിപ്പിച്ചു. ഇന്ത്യൻ ഡ്രോണുകളുടെ സ്ഥാനം ചോർന്നു പോകുന്നത് ഒഴിവാക്കാൻ പാകിസ്ഥാൻ മനഃപൂർവ്വം അവയെ തടയുകയോ വെടിവെച്ചിടുകയോ ചെയ്തില്ലത്രേ. ഇന്ത്യ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങൾ നമ്മുടെ സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിനായിരുന്നു. എനിക്ക് സാങ്കേതിക കാര്യങ്ങൾ അത്ര കണ്ട് വിശദീകരിക്കാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ സ്ഥലങ്ങൾ ചോർത്തപ്പെടാതിരിക്കാൻ ആ ഡ്രോണുകളെ നമ്മൾ തടഞ്ഞില്ല. 2 ദിവസം മുൻപ് ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്ന അവകാശവാദം ഇതേ പ്രതിരോധ മന്ത്രി ഉയർത്തിയിരുന്നു. അന്ന് BBC-യുടെ ഒരു ലേഖിക പ്രതിരോധ മന്ത്രിയോട് എവിടെയാണ് അതിന്റെ തെളിവുകൾ എന്ന് ചോദിച്ചപ്പോൾ തട്ടിക്കയറുക മാത്രമാണ് ഖാജ ആസിഫ് ചെയ്തത്. CNN നൽകിയ ഒരു അഭിമുഖത്തിൽ അവതാരകൻ ഖാജ ആസിഫിനോട് ചോദിച്ചു, നിങ്ങളുടെ അവകാശവാദം തെളിയിക്കുന്നതിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ? ഉടനെ ഖാജ ആസിഫിന്റെ വിചിത്രമായ മറുപടി, വിമാനം വെടിവെച്ചപ്പോൾ അത് വീണത് ഇന്ത്യൻ അതിർത്തിയിലാണ്. പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനങ്ങളും റഡാറുകളും ഒക്കെ തകർത്തുകൊണ്ടുള്ള ഇന്ത്യൻ ആക്രമണം, അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ പ്രതിരോധ മന്ത്രി പാർലമെന്റിൽ തത്രപ്പാടുപെട്ടു. ഒടുവിൽ മുഖം രക്ഷിക്കാൻ ഇന്ത്യക്കെതിരെ ഇനിയും ശക്തമായ തിരിച്ചടികൾ നടത്തുമെന്നാണ് പ്രതിരോധ മന്ത്രി പറഞ്ഞത്. എന്നാൽ ആയുധങ്ങളുടെ കാര്യത്തിൽ വലിയ ദാരിദ്ര്യമാണ് പാകിസ്ഥാൻ അനുഭവിക്കുന്നത്. ചൈന നൽകിയ പാട്ടായുധങ്ങളും വെടിക്കോപ്പുകളുമൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥ. ഇന്ത്യയുടെ S-400 എന്ന വ്യോമ പ്രതിരോധ സംവിധാനം പൂർണ്ണ കരുത്തിൽ നിൽക്കുന്നു. ഉരുക്കുകോട്ടയായി ഇന്ത്യയുടെ ആയുധക്കുരുത്തിനെക്കുറിച്ചാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ സ്വന്തമാക്കിയ ഏറ്റവും ശക്തമായ യുദ്ധോപകരണങ്ങളെക്കുറിച്ച്, ഇസ്രയേലുമായി ഇന്ത്യ ഒപ്പുവെച്ച തന്ത്രപ്രധാന കരാറുകളെക്കുറിച്ച്. ഇതിൽ ശ്രദ്ധേയമായ ഒരു കുറിപ്പ് ഇങ്ങനെയാണ്: നമ്മളൊക്കെ ഇന്ന് സംസാരിക്കുന്നത് ഇന്ത്യൻ സേനയുടെ പ്രതിരോധ കരുത്തിനെക്കുറിച്ചാണ്. പാകിസ്ഥാൻ ഒരു രാത്രി മുഴുവൻ ഇന്ത്യയിലേക്ക് അക്രമം അഴിച്ചുവിട്ടിട്ടും ഇന്ത്യൻ സേന തീർത്ത പ്രതിരോധം ഒന്നുകൊണ്ട് മാത്രം ആയിരങ്ങളുടെ ജീവനുകളാണ് സംരക്ഷിച്ചു നിർത്താൻ സാധിച്ചത്. പാകിസ്ഥാൻ തൊടുത്തുവിട്ട ഡ്രോണുകൾ ഏതെങ്കിലും ഒന്ന് ലക്ഷ്യം കണ്ടിരുന്നുവെങ്കിൽ വളരെ വലിയ നാശനഷ്ടം നമുക്കുണ്ടായേനെ എന്നതാണ് വസ്തുത. അത്രമാത്രം ശക്തിയായ ആക്രമണമാണ് പാകിസ്ഥാൻ നടത്തിയത്. ഇന്ത്യയും അതിശക്തമായി തന്നെ തിരിച്ചടിക്കുന്നുണ്ട്. എങ്കിലും സാധാരണക്കാരെ ലക്ഷ്യം വെക്കാതെയാണ് നമ്മുടെ ആക്രമണം മുഴുവനും. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വസതിക്ക് 20 കിലോമീറ്റർ ഇപ്പുറത്തും ആർമി ബേസിന് തൊട്ടടുത്തും ആളില്ലാത്ത റാവൽപിണ്ടി സ്റ്റേഡിയത്തിലേക്കുമൊക്കെയാണ് ഇന്ത്യയുടെ ആക്രമണം. അതായത് ചെയ്യണമെന്ന് കരുതിയാൽ ഇതൊക്കെ നമ്മുടെ കയ്യകലത്തിലുണ്ടെന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഇന്ത്യ ചെയ്യുന്നത്. എന്നാൽ പാകിസ്ഥാൻ ചെയ്യുന്നതോ അതിർത്തിയിലുള്ള സാധാരണക്കാരായ കർഷകരെയൊക്കെ ഷെല്ലാക്രമണം നടത്തി കൊല ചെയ്യുന്നു. ഈ നെറുകെട്ട പാകിസ്ഥാനെയാണ് നമ്മൾ നേരിടുന്നത് എന്ന ബോധ്യം യുദ്ധസമയത്തുണ്ടായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇവിടെയാണ് രാഷ്ട്രീയങ്ങൾക്കപ്പുറം ഒരു ഭരണാധികാരി എന്ന നിലയിൽ മോഡി ഭരണം നമുക്ക് തന്ന സുരക്ഷിതത്വം എത്രമാത്രം വലുതായിരുന്നു എന്ന് തിരിച്ചറിയേണ്ടത്. ഇന്ന് നമ്മളൊക്കെ പറയുന്ന പ്രതിരോധ കവചം തീർത്ത സുദർശന ചക്രം എന്ന S-400 നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങാൻ കരാർ ഒപ്പിടുന്നത് 2018-ൽ, ആദ്യ ഡെലിവറി കിട്ടുന്നത് 2021-ൽ, റഫേൽ വാങ്ങാൻ കരാർ ഒപ്പുവെക്കുന്നത് 2016-ൽ, ആദ്യ ഡെലിവറി ആരംഭിച്ചത് 2019-ൽ. അതുപോലെ അപ്പാച്ചെ അറ്റാക്ക് ഹെലികോപ്റ്റർ അമേരിക്കയിൽ നിന്ന് 6 എണ്ണം വാങ്ങാൻ കരാർ ഒപ്പുവെച്ചത് 2015-ലും, രണ്ടാമത് 6 എണ്ണം വീണ്ടും വാങ്ങാൻ കരാർ ഒപ്പിട്ടത് 2019-ലും ഡെലിവറി ആരംഭിക്കുകയും ചെയ്തു. അമേരിക്കയിൽ നിന്ന് തന്നെ ചിനൂക്ക് ട്രാൻസ്പോർട്ട് ഹെലികോപ്റ്ററും വാങ്ങാൻ 2015-ൽ മറ്റൊരു കരാർ കൂടി ഉണ്ടാക്കി. ഓട്ടോമാറ്റിക് ടേക്ക് ഓഫ്, ലാൻഡിംഗ് ആൻഡ് നാവിഗേഷന് പ്രാപ്തിയുള്ള പ്രിസിഷൻ സ്ട്രൈക്കുകൾക്കേറെ സഹായകരമാകുന്ന ഹെറോൺ TP ആർമഡ് ഡ്രോൺസ് ഇസ്രായേലിൽ നിന്ന് വാങ്ങുന്നതിനുള്ള കരാർ 2020-ൽ. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ ഇന്ന് പ്രതിരോധം തീർത്തും പ്രത്യാക്രമണം നടത്തിയും കരുത്ത് കാണിക്കുമ്പോൾ, ആത്മവിശ്വാസമുള്ള സേനയായി ലോകത്തിന് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുമ്പോൾ അതിനു പിന്നിൽ മോഡി എന്ന ശക്തനായ ഭരണാധികാരിയുടെ ശക്തമായ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുത. ഇനി ആയുധം കൊണ്ടും ആൾബലം കൊണ്ടും കരുത്തരായി എന്ന് കരുതാം. അവിടെയും പ്രശ്നം അവസാനിക്കുന്നില്ല. ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണയില്ലെങ്കിൽ എന്തൊക്കെ കരുത്തുണ്ടായാലും തിരിച്ചടി നേരിടേണ്ടി വന്നേക്കാം. 2014 കാലഘട്ടം നമ്മളിൽ പലരും മറന്നുപോകാനിടയില്ല. മോഡി ഭരണത്തിലെത്തിയ അന്നു മുതൽ ഏതാണ്ട് 2 വർഷത്തോളം അദ്ദേഹം ലോക ടൂറിലായിരുന്നു. ലോകത്ത് അങ്ങേരെത്താത്ത ഒരു തുരുത്ത് പോലും ബാക്കിയായി കാണില്ല. ആ സമയത്ത് ഡ്രോണുകളുടെ പേമാരിയായിരുന്നു ഈ വിഷയത്തിൽ. മോഡി ഒരു ഗ്ലോബിൽ നോക്കി ഇന്നിതാ ഇങ്ങോട്ട് പോവാം എന്നൊരു വീഡിയോ കളിയാക്കി ഇറക്കിയത് ഓർമ്മയുണ്ടോ? അന്ന് കളിയാക്കിയവർക്ക് ഇന്നെങ്കിലും അതിൻ്റെ പ്രാധാന്യം എത്ര വലുതായിരുന്നു എന്ന് മനസ്സിലായി കാണണം. ആദ്യ സന്ദർശനം ഭൂട്ടാനിൽ,
പിന്നീട് അങ്ങോട്ട് ജപ്പാൻ, അമേരിക്ക, ചൈന, മംഗോളിയ, ദക്ഷിണ കൊറിയ, ബംഗ്ലാദേശ്, UAE, ഇറാൻ, സൗദി അറേബ്യ, കെനിയ, ദക്ഷിണാഫ്രിക്ക, UK, ഇസ്രയേൽ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അത്രയും രാജ്യങ്ങളിൽ അദ്ദേഹം വിശ്രമമില്ലാതെ പറന്നു നടന്നു. അതിൽ തന്നെ ഫ്രാൻസ്, റഷ്യ പോലുള്ള രാജ്യങ്ങളുമായി നടന്ന പ്രതിരോധ കരാറുകൾ ഒക്കെ നിർണായകം. ഇന്നിപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി കടന്ന അക്രമം അഴിച്ചുവിടുമ്പോഴും ഒരു കാലത്ത് ലോക പോലീസ് എന്ന വിളിപ്പേരുണ്ടായിരുന്ന അമേരിക്ക പോലും പറയുന്നത് വിഷയത്തിൽ ഇടപെടാനില്ല എന്നാണ്. പാകിസ്ഥാനിൽ അക്രമം അഴിച്ചുവിടുന്നതിന് തൊട്ടു മുൻപ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അറാഖ്ചി മെയ് 7 ന്യൂഡൽഹിയിലെത്തിയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ മെയ് 7 നടന്ന ഉടനെ സൗദി അറേബ്യയുടെ വിദേശകാര്യ സഹമന്ത്രി അഡൽ അൽ ജുബൈർ മെയ് 8 ഇന്ത്യയിലെ വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ലോകരാജ്യങ്ങൾക്ക് ക്ഷണിക്കാതെ തന്നെ ഇന്ത്യയോട് സംസാരിക്കാൻ ഓടി വരാൻ മാത്രമുള്ള നല്ല ബന്ധം മോഡി സർക്കാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ പ്രസക്തി. അതേസമയം ലോകരാജ്യങ്ങളോട് ഇന്ത്യയുടെ നിലപാട് പറയാൻ ഇന്ത്യക്ക് സാധിക്കുന്നു എന്നതും തുർക്കി, ചൈന പോലുള്ള രാജ്യങ്ങളൊഴിച്ച് ബഹുഭൂരിപക്ഷം ലോകരാജ്യങ്ങളും ഇന്ത്യയുടെ നടപടിയിൽ മൗനം പാലിക്കുന്നു എന്നതും തന്നെയാണ് മോഡി ഉണ്ടാക്കി വെച്ച വിദേശകാര്യ നയത്തിൻ്റെ പ്രസക്തി. ശക്തമായ അഭിപ്രായ പ്രകടനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയരുമ്പോൾ മോദി സർക്കാരിനും കയ്യടി ശക്തമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.